ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡൽഹിയിലെ റെഡ് ഫോർട്ട് കാണാൻ പോകുന്നതിനുള്ള യാത്രയിലാണ്. ഈ കാണുന്ന സൈക്കിൾ റിക്ഷകൾ, ഇവിടെ ധാരാളം സൈക്കിൾ റിക്ഷകളുള്ള ഒരു നഗരമാണ് ഡൽഹി. 6 ലക്ഷം സൈക്കിൾ റിക്ഷകൾ ഈ നഗരത്തിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അവയൊക്കെ കുറേയൊക്കെ നിർത്തലാക്കിയിരിക്കുന്നു. ഇപ്പോൾ 1 ലക്ഷം സൈക്കിൾ റിക്ഷകൾക്കാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. ചെറിയ പൈസ മുടക്കി ചെയ്യാവുന്ന ഒരു സ്വയം തൊഴിലാണിത്. ഇങ്ങനെയും കുറേ ലക്ഷങ്ങൾ ഇവിടെ ജീവിതം നയിക്കുന്നു. ഇപ്പോൾ മാറ്റമുണ്ട്. ഈ കാണുന്ന ഈ നീല പെയിൻ്റ് അടിച്ചിരിക്കുന്ന കാണുന്ന ഇതുപോലെയുള്ള റിക്ഷകൾ ധാരാളം ഇപ്പോൾ നിരത്തുകളിൽ കാണാം. ഇതൊരു ഇലക്ട്രിക് റിക്ഷയാണ്. ഇതിനെ തുക് തുക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിവിടെ മാത്രമല്ല, മിക്ക വിദേശ രാജ്യങ്ങളിലുമെല്ലാം തന്നെ ഇങ്ങനെ തുക് തുക് കാണാൻ സാധിക്കും, ഇലക്ട്രിക് ഓട്ടോ. ഇതിൽ 2 സൈഡിലായി അങ്ങോട്ടും ഇങ്ങോട്ടും 3-6 പേരെയൊക്കെ ഇരുത്തി ഇത് യാത്ര ചെയ്യുന്നുണ്ട്. ഇതും ധാരാളം ഇവിടെ കാണാം. അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് റെഡ് ഫോർട്ടിൻ്റെ അതിവിശാലമായ കാർ പാർക്കിങ്ങിലേക്ക് വണ്ടി എത്തിയിരിക്കുകയാണ്. കാറുകളും ബൈക്കുകളും എല്ലാമുള്ള അതിവിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ 2 വീലറുകൾക്ക് പ്രത്യേക വിഭാഗമുണ്ട്, ട്രക്കുകൾക്ക്, ബസ്സുകൾക്ക് പ്രത്യേക വിഭാഗം പാർക്കിംഗ് സൗകര്യമുണ്ട്, കാറുകൾക്ക് പ്രത്യേക വിഭാഗമുണ്ട്. അങ്ങനെ അതിവിശാലമായ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് താഴെ ഇറങ്ങി അപ്പുറത്ത് പടവുകൾ ഇറങ്ങി വേണം എനിക്ക് റെഡ് ഫോർട്ടിലേക്ക് പോകാൻ. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇത് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയാണ് ഇത് കാണുന്നത്. ഇതിനുള്ളിലെ കാഴ്ചകളിലേക്കാണ് നമുക്കിന്ന് പോകേണ്ടത്. മുഗൾ രാജാവായിരുന്ന ഷാജഹാൻ ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ ഡൽഹിയിൽ തൻ്റെ തലസ്ഥാനത്തിൻ്റെ കേന്ദ്രമാക്കി പണി കഴിപ്പിച്ച ഒരു കോട്ടയാണിത്. ചെങ്കോട്ട അഥവാ ലാൽ കില. ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കോട്ടയെ ബ്രിട്ടീഷുകാരാണ് റെഡ് ഫോർട്ട് എന്ന് വിളിച്ചു പോന്നത്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ പണി കഴിപ്പിച്ച ഷാജഹാൻ ചക്രവർത്തി ആ വാസ്തുവിദ്യാ വിദഗ്ധനെ തന്നെ ഈ കോട്ടയുടെ രൂപകൽപ്പനയ്ക്കായി നിയോഗിച്ചു. ഉസ്താദ് അഹമ്മദ് ലഹൗരി ആയിരുന്നു ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1639 ഇതിൻ്റെ പണി ആരംഭിച്ച് ഏകദേശം 9 കൊല്ലമെടുത്താണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. 1648 ഏപ്രിൽ 6 ഈ കോട്ട ഷാജഹാൻ ചക്രവർത്തിയുടെ മേൽനോട്ടത്തിൽ പൂർത്തീകരിച്ചു. ഷാജഹാനാബാദ് കേന്ദ്രമായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. പേർഷ്യൻ കൊട്ടാരങ്ങളുടെ സ്വാധീനവും നിർമ്മാണ രീതിയും ഇന്ത്യൻ വാസ്തുവിദ്യാ പാരമ്പര്യവും ഒത്തിണങ്ങിയ ഒരു രൂപകൽപ്പനയിലാണ് ഇതിൻ്റെ പണി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലാഹോറി ഗേറ്റിന് മുകളിൽ ഇന്ത്യൻ പതാക ഉയർത്തി. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഇന്ത്യക്കാർക്ക് വെറും 50 രൂപയും വിദേശികൾക്ക് 500 രൂപയുമാണ് ഇവിടെ അകത്തേക്ക് കടക്കുന്നതിനുള്ള നിരക്ക്. ഇതിൻ്റെ ഇവിടെ നിന്ന് ടിക്കറ്റും എടുത്ത് നമ്മൾ ഈ വലിയ ഈ കോട്ടമതിലിൻ്റെ ഈ മതിൽക്കെട്ടിനകത്തുള്ള പ്രധാന കവാടം കടന്നു വേണം കോട്ടയ്ക്ക് അകത്തേക്ക് എത്താൻ. അതിനുവേണ്ടി ഇവിടെ നിന്ന് ഇതുപോലെയുള്ള ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലേക്ക് 20 രൂപ കൊടുത്ത് ഇതിൻ്റെ പ്രധാന ഗേറ്റിലേക്ക് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിക്കുന്നവരാണ്. 8-10 പേരും എല്ലാം ഇതിൽ കയറും. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിലേ പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മെല്ലെ നടന്ന് കോട്ടയുടെ അടുത്തേക്ക് പോകാം. ഈ കാണുന്ന ഈ പതാക ഉയർത്തുന്നത് ഇവിടെ നിന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ പതാകകൾ ഉയർത്താറ്. ഇപ്പോൾ എല്ലാ വർഷവും ആഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഈ കാണുന്ന പ്രധാന കവാടത്തിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർത്തുകയും ഇതിനു മുകളിൽ നിന്ന് ഇന്ത്യൻ ജനതയെ അഭിസംബോധനയും ചെയ്യുന്നു. ഈ കോട്ടയുടെ രാഷ്ട്രീയ പ്രാധാന്യം അത് വെളിവാക്കുന്നു. ഈ ചെങ്കോട്ട 2007 യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി അംഗീകാരം ലഭിക്കുകയുമുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം ഈ കോട്ടയ്ക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ചെങ്കോട്ടയുടെ ഒരു ഭാഗം ഒരു സൈനിക കൻ്റോൺമെൻറ്റുമായി തുടരുന്നുണ്ട് ചില ഭാഗങ്ങളിലെല്ലാം. കോട്ടയ്ക്കകത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിൽ മ്യൂസിയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്.
ഇത് കോട്ടയ്ക്ക് പുറത്തുള്ള അതിവിശാലമായ ഒരു ഏരിയയാണ്. ഈ കോട്ടയ്ക്ക് മതിലിന് സൈഡിൽ വലിയ കിടങ്ങുകളൊക്കെയുണ്ട്. അന്ന് ആക്രമിച്ച് ഇതിലേക്ക് അകത്തേക്ക് കടക്കാതിരിക്കാൻ വലിയ വലിയ കിടങ്ങുകൾ നമുക്ക് ഈ കാണുന്നത് പോലെ കാണാം. ഇവിടെ എന്തോ പണികളെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം തന്നെ പെയിൻ്റ് അടിക്കുന്നതിനും മറ്റുമായി മുളവടികളെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് നടക്കുകയാണ്. കവാടമായ ലാഗോറി ഗേറ്റിനുള്ളിലൂടെയാണ് എല്ലാവരും ഇതിനകത്തേക്ക് കടക്കുന്നത്. ലാഗോറി ഗേറ്റ് കടന്ന് നാം ചെല്ലുന്നത് കോട്ടയുടെ മറ്റൊരു കവാടത്തിന് മുന്നിലുള്ള വിശാലമായ സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്ന് കോട്ടയുടെ അത്യാവശ്യം പ്രൗഢഗംഭീരമായ ആ നിർമ്മാണം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയും ചില സമയങ്ങളിൽ തിരക്കേറുമ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഇവിടെയെല്ലാം വെച്ചിട്ടുണ്ട്. അതിൽ ആ വാതിലിലൂടെയൊക്കെയാണ് ഇതിലെ കടത്തിവിടുന്നത്. ഇന്ന് തിരക്ക് കുറവായത് കാരണം അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ചുമന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച അതിഗംഭീരമായ അതിപ്രൗഢ ഗംഭീരമായിട്ടുള്ള ഈ നിർമ്മിതി നമുക്കിവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് മെറ്റൽ ഡിറ്റക്ടർ ഘടിപ്പിച്ച ആ വാതിലുകൾ വെച്ചിരിക്കുന്നത്. ഇന്ന് ഏതായാലും നമ്മളെ ഇതിലേക്ക് കടത്തിവിടുന്നു. ഈ പ്രവേശന കവാടത്തിലൂടെ അകത്ത് കടന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ചട്ടാ ചൗക്ക് അഥവാ മീന ബസാർ എന്ന ഒരു മാർക്കറ്റിലേക്കാണ്. ഈ കാണുന്നതാണ് ആ മാർക്കറ്റ്. ചട്ടാ ചൗക്ക് എന്നാൽ മേൽക്കൂരയുള്ള ബസാർ എന്നാണ് അർത്ഥം. ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു കച്ചവട കേന്ദ്രം നിലനിന്നിരുന്നു എന്നാണ് അറിയുന്നത്. കൊട്ടാരത്തിലുള്ളവർക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു കച്ചവട കേന്ദ്രങ്ങളായിരുന്നു അന്നും. ഇതും വളരെ ഭംഗിയോടുകൂടി ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ കച്ചവടം ചെയ്തിരുന്നവർ സ്ത്രീകളായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരും സ്ത്രീകൾ തന്നെ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ധാരാളം കരകൗശല വസ്തുക്കളും അത്തർ, തുണിത്തരങ്ങൾ മുതലായ ഉൽപ്പന്നങ്ങളെ ഒരു നീണ്ട നിര നമുക്കിവിടെ കാണാം. അതുപോലെ ഓർണമെൻറ്റ്സ്, അതുപോലെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ, മാലകൾ, വളകൾ, എല്ലാവിധ സാധനങ്ങളും ഇവിടെയുണ്ട്. ഇതുവഴി കടന്ന് നമ്മൾ എത്തുന്നത് ഈ അറ്റം തൊട്ട് ഇതുപോലെയുള്ള ബിസിനസ് കേന്ദ്രമാണ് മീന ബസാർ. ഇവിടെ ഷാള് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്തെത്തുന്നത് ഈ കാണുന്ന ഈ പ്രധാന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതിൻ്റെ പേര് നൗബത്ത് ഖാന അല്ലെങ്കിൽ നഖാർ ഖന്ന എന്നും വിളിക്കുന്നു ഒരു കെട്ടിടമാണിത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ പെയിൻറ്റിങ്ങുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കാണാൻ അകത്തേക്ക് കയറാം. അങ്ങനെ ഇതിന് അകത്തേക്ക് കയറുകയാണ്. ഇവിടെ ധാരാളം അന്നുകാലത്തെ ചിത്രങ്ങൾ, പെയിൻറ്റിങ്ങുകളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു ചില്ല് ഇട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അന്ന് കാലത്തെല്ലാം തന്നെ ഇത് മുത്തുകളും പവിഴങ്ങളൊക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയോടുകൂടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രദേശമായിരിക്കും ഇതിൻ്റെ മേൽക്കൂരയാണ്. ഈ മേൽക്കൂരയും വളരെ ഭംഗിയോടുകൂടി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് പുറത്തിറങ്ങിയാൽ ഈ കാണുന്ന പുല്ല് പിടിപ്പിച്ച മൈതാനത്തിന് അങ്ങേ അറ്റത്ത് കാണുന്ന ഈ ബിൽഡിംഗാണ് ദിവാന ആം. പ്രജകൾക്ക് രാജാവിനെ നേരിൽ കണ്ട് പരാതികൾ ബോധിപ്പിക്കാൻ ഉള്ള ഒരു വേദിയായിരുന്നു ഈ ദിവാന ആം. ഇതിന് മുന്നിൽ കാണുന്ന ഈ പുല്ല് പിടിപ്പിച്ച മൈതാനത്തിലാണ് ആവലാതി ബോധിപ്പിക്കാൻ വന്ന് ഇരുന്നിരുന്ന സ്ഥലം. ഇവിടെയായിരുന്നു അവരെല്ലാം തങ്ങിയിരുന്നത്. അതിൽ നിന്ന് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന സിംഹാസനം, ഈ വെള്ള മാർബിൾ, ഇതിലിരുന്നാണ് രാജാവ് പരാതിയെല്ലാം കേട്ടിരുന്നത്. താഴെ കാണുന്ന ഈ പിടത്തിൽ മന്ത്രിയുടെ ഇരിപ്പിടം. രാജാവിൻ്റെ സിംഹാസനത്തിന് തൊട്ട് താഴെയായിരുന്നു. ഇങ്ങനെയൊക്കെ ചിട്ടകളോടെയായിരുന്നു ദിവാന ആം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യം പ്രജകൾ മന്ത്രിയെ ബോധിപ്പിക്കും. മന്ത്രി അത് രാജാവുമായി സംസാരിക്കും, തീർപ്പ് കൽപ്പിക്കും. ഈ കാണുന്ന ഇരിപ്പിടം എല്ലാം തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ അതിവിശാലമായ ഒരു
ഗാർഡൻ, അന്ന് കാലത്ത് ഗാർഡൻ ആയിരുന്നു. ഇന്നതെല്ലാം മരങ്ങളൊക്കെ പിടിപ്പിച്ച് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്കെല്ലാം ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കണ്ട് കുറച്ച് നേരം നമ്മൾ ഇവിടെ ഈ വെയിലൊക്കെ കൊണ്ട് നടന്നു വന്ന ആ ഒരു ക്ഷീണത്തിൽ ഇവിടെ കുറച്ച് നേരം തന്നെ ഇരുന്നു. നമ്മൾ ഓർത്തു വന്നത് അന്ന് കാലത്ത് ഈ സിംഹാസനത്തിലൊക്കെ പിടിപ്പിച്ച വില കൂടിയ രത്നങ്ങളും വൈരവും എല്ലാം തന്നെ അതൊക്കെ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ആയിരിക്കില്ല അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദിവാന ആം കണ്ട് പുറത്തിറങ്ങിയാൽ പിന്നെ കാണുന്നതാണ് ദിവാൻ ഇ ഹാസ്. ദിവാന ആം പൊതുജനങ്ങൾക്ക് പരാതി പറയാനുള്ള സ്ഥലമായിരുന്നെങ്കിൽ ദിവാന ഇ ഹാസ് ചക്രവർത്തി തൻ്റെ മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും വിദേശത്തു നിന്ന് എത്തുന്നവരും മറ്റുമായി സംസാരിച്ചിരുന്ന സ്ഥലമാണിത്. അവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയിരുന്ന ഒരു പ്രധാന ഏരിയയായിരുന്നത്. ഇവിടെയായിരുന്നു മയൂര സിംഹാസനം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നത്. ഈ ഭാഗത്തായിരുന്നു ഇതിൻ്റെ തൂണുകളെല്ലാം അതിഗംഭീരമായ കൊത്തുപണികളോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന കോൺക്രീറ്റ് മാർബിൾ ബെഞ്ചിൻ്റെ അവിടെയായിരുന്നു മയൂര സിംഹാസനം ഉണ്ടായിരുന്നതെന്നും ഇതെല്ലാം തന്നെ മാർബിളിൽ വളരെ ഭംഗിയോടും ഒത്തിരി കൊത്തുപണികളോടൊക്കെ കൂടിയുള്ള അതിവിശാലമായ ഒരു ഏരിയയാണ്. ഇതിനെ ദിവാൻ ഇ ഹാസ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഈ തൂണുകളെല്ലാം കണ്ടാൽ മനസ്സിലാവും. ഈ മയൂര സിംഹാസനത്തിലായിരുന്നു അന്നത്തെ അമൂല്യരത്നമായിരുന്ന കോഹിനൂർ രത്നം പതിപ്പിച്ചിരുന്നത്. ഈ സിംഹാസനവും രത്നവും എല്ലാം തന്നെ കൊള്ളയടിക്കപ്പെട്ടു. 1739 പേർഷ്യൻ ചക്രവർത്തി നാദിർ ഷാ ഇവിടെ ആക്രമിക്കുകയും കോട്ട പിടിച്ചെടുക്കുകയും ഉണ്ടായി. ഇവിടുത്തെ വിലയേറിയ കലാസൃഷ്ടികളും ആഭരണങ്ങളും മറ്റും കൊള്ളയടിച്ച് കൊണ്ടുപോയി. ഔറംഗസേബിൻ്റെ കാലഘട്ടം വരെ മുഗൾ ചക്രവർത്തിമാർ സുശക്തരായിരുന്നു. അതിനുശേഷം വന്ന രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം നടന്നത്. അവർ കരുത്തരായിരുന്നില്ല എന്നതാണ് കാരണം. അങ്ങനെയാണ് മുഗൾ സാമ്രാജ്യത്തിനെ പരാജയപ്പെടുത്തി പേർഷ്യൻ ചക്രവർത്തി ഡൽഹി പിടിച്ചെടുത്തത്. ഇതും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഈ കാണുന്നതാണ് ഈ കെട്ടിടം. രാജകുടുംബാംഗങ്ങളുടെ ബാത്റൂം, കുളിപ്പുര. അതാണിത്. 400 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അതിഗംഭീരമായ കുളിമുറി, ബാത്ത് ടബെല്ലാം സജ്ജീകരിച്ച വലിയ അതിവിശാലമായ റോയൽ ബാത്റൂം എന്നെല്ലാം പറയാം. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ കടത്തിവിടില്ല. ടൂറിസ്റ്റുകൾക്ക് പുറത്തു നിന്ന് കാണാനേ സാധിക്കുള്ളൂ. ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിയാൽ കാണുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഈ കാണുന്നതാണ് ഇവിടുത്തെ മോസ്ക്. ഈ മോസ്കിനെയാണ് മോത്തി മസ്ജിദ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഇതിനെ വിളിക്കുന്നത്. ഈ പള്ളി പണി കഴിപ്പിച്ചത് ഷാജഹാൻ്റെ പുത്രനും മുഗൾ ചക്രവർത്തിയുമായ ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ പണിതതാണിത്. 1659 ഇതിൻ്റെ നിർമ്മാണം. കുറേ വർഷങ്ങൾ പൊതുജനങ്ങൾക്ക് നിസ്കരിക്കാൻ അനുവാദമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മോത്തി മസ്ജിദിൽ ആരാധനയ്ക്ക് അനുവാദം കൊടുക്കുന്നില്ല. ഇവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ അങ്ങകലെ കാണുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ചെറിയ പവലിയനാണ് ഈ കാണുന്നത്. ഇതാണ് ഹീരാമഹൽ. 1842 അന്നത്തെ മുഗൾ രാജാവായ ബഹദൂർ ഷാ സഫർ നിർമ്മിച്ച ഒരു വേദിയാണിത്. ഇവിടെ നിന്നും പിന്നീട് അടുത്ത സ്ഥലത്തേക്ക് നടക്കുമ്പോൾ അവിടെയുമുണ്ട് ഇതുപോലെ ഒരു ചെറുത് കാണാം. ഷാഗി ബുർജ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെയുള്ള എല്ലാ നിർമ്മാണങ്ങളും ചുവന്ന ഈ മണൽക്കല്ലിലാണ് നിർമ്മിച്ചിരുന്നെങ്കിലും ഇതുപോലെ കുറേ ഭാഗങ്ങൾ വെള്ള മാർബിളിലും നിർമ്മിച്ചിരിക്കുന്നുണ്ട്. അതും കടന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്ന ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടമാണ് സഫർ മഹൽ. ഇവിടം കുറച്ച് ഭീകരാക്രമണങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 2000 ഡിസംബർ 22 6 ലഷ്കർ തോയ്ബ പ്രവർത്തകർ ഇവിടെ ഭീകരാക്രമണം നടത്തി. അന്ന് 2 സൈനികരും ഒരു സാധാരണക്കാരനും ഇവിടെ കൊല്ലപ്പെടുകയുണ്ടായി. ഈ കെട്ടിടമാണ് മറ്റ് കെട്ടിടങ്ങൾക്ക് വ്യത്യസ്തമായി കാണുന്ന ഈ ഒരു കെട്ടിടം. ഇവിടെയുള്ള എല്ലാ നിർമ്മിതികൾക്കും വ്യത്യസ്തമായി കാണുന്നു ഈ കെട്ടിടം.
1857 ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുത്തതിന് ശേഷം അവരുടെ സൈന്യത്തെ പാർപ്പിക്കാനും അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കാനുമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കെട്ടിടം. ഇതിനെ ബ്രിട്ടീഷ് ബാരക്കുകൾ എന്ന് പറയുന്നു. ബാരക്ക് 1, 2, 3, 4 ഈ 4 ബാരക്കുകളും ഇപ്പോൾ മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. ഇവിടെ നിന്ന് നേരെ പോയത് ഈ കാണുന്നത് യമുന ഗേറ്റാണ്. ഒരു കാലഘട്ടത്ത് ഈ കോട്ടയ്ക്കകത്തേക്ക് ഷാജഹാൻ ചക്രവർത്തിയും പരിവാരങ്ങളെല്ലാം പ്രവേശിച്ചിരുന്ന യമുന ഗേറ്റ്. ഈ ഗേറ്റിന് പിന്നീട് ഒരു പ്രത്യേകതയും ഉണ്ട്. ബ്രിട്ടീഷ് സൈന്യം ഈ കോട്ട കീഴടക്കിയപ്പോൾ അവസാനത്തെ രാജാവായിരുന്ന ബഹദൂർ ഷാ സഫർ ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കോട്ടവാതിലൂടെയാണ്, യമുന ഗേറ്റിലൂടെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള ഒരു ചരിത്രവും കൂടി ഈ ഗേറ്റിനുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം.